ഹായ് ഗൈസ്, ഇപ്പോൾ ഇന്നൊരു സക്സസ് സ്റ്റോറിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ ട്രിവാൻഡ്രം റേസിൽ സ്റ്റുഡൻ്റ് ആയിട്ട് കയറി പിന്നെ മെൻറ്ററായി ഇപ്പോൾ SP ക്ലർക്ക് ക്ലിയർ ചെയ്തിട്ട് നിൽക്കുവാണ്. ഇപ്പോൾ ക്രിസ്റ്റഫർ ആണ്. അപ്പോൾ ക്രിസ്റ്റഫറിനെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ക്രിസ്റ്റഫറിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം സ്റ്റുഡൻ്റ് ആയിട്ട് കയറിയതാണ്. പിന്നീട് കുറേ കഴിഞ്ഞ് മെൻറ്ററായിട്ട് വർക്ക് ചെയ്യാൻ അവസരം കിട്ടി. അങ്ങനെ മെൻറ്ററായിട്ട് കയറി. അപ്പോൾ ഞാനായിരുന്നു ആ സമയത്ത് TL. ആ സമയം നമ്മൾ കൂടെ വർക്ക് ചെയ്ത് ഒരുപാട് പരിചയമുള്ള ഒരാളാണ്. എക്സാം ക്രാക്ക് ചെയ്യാന്ന് വെച്ചാൽ ഈസി ആണോ അതോ പാടാണോ? ബാക്കി എല്ലാ എക്സാംസ് വെച്ച് നോക്കുവാണെങ്കിൽ SBI അല്ലെങ്കിൽ ബാങ്ക് എക്സാംസ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും SBI ക്ലർക്ക് കിട്ടി സാറ്. ഇപ്പോൾ SBI ക്ലർക്കിൽ തന്നെ ഒതുക്കുവാണോ ഇനി എക്സാംസ് നോക്കുന്നുണ്ട്? അത് SBI ക്ലർക്ക് മതി എന്ന് ഉള്ളൊരിതാണോ? ഇപ്പം നോക്കുവാണെങ്കിൽ SBI ക്ലർക്ക് അറിയാമല്ലോ, സാലറി എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും 40-45,000 സംതിങ് അടുപ്പിച്ചൊക്കെ വരുള്ളൂ. അപ്പം നിലവിൽ ഞാൻ ഒറ്റയ്ക്കായിട്ടുള്ള സമയത്ത് എനിക്ക് ഇറ്റ്സ് ഓക്കെ. പക്ഷേ ഭാവി നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും സാലറി കൂടുതൽ വരും, നല്ല നല്ല പോസ്റ്റുകളിലോട്ട് കയറേണ്ടി വരും, നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉള്ള വേറെ ഗവൺമെന്റ് ജോബ്സ് ഉറപ്പായിട്ടും SSCയിലോട്ട് ചിലപ്പോൾ ചാടിയാലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ട്. അല്ലെങ്കിൽ SBIയിൽ തന്നെ നെക്സ്റ്റ് പ്രൊമോഷൻ എടുത്ത് പോവുകയാണെങ്കിൽ അതെങ്ങനെയാണെന്നുള്ളത് തീരുമാനിക്കും. ഉറപ്പായിട്ടും ക്ലർക്ക് മാത്രമായിട്ട് നിൽക്കുന്നില്ല, ഒതുങ്ങുന്നില്ല, മുന്നോട്ട് ഇനി പോകണം. ഉറപ്പായിട്ടും. അപ്പോൾ സാർ ഇപ്പം എന്തായാലും ഈ പറഞ്ഞ ഒരുപാട് എക്സാം എഴുതിയിട്ടുണ്ട് മുന്നേ. അപ്പോൾ അത് കഴിഞ്ഞാണ് SBI ക്ലർക്ക് കിട്ടിയത്. അപ്പോൾ ഇപ്പോൾ ഒരു എക്സാം പാറ്റേൺ മറ്റേത് പഴയത് വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും ചേഞ്ച് പോലും ഫീൽ ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ SBI ക്ലർക്ക് അവസാനം എഴുതിയപ്പോൾ കിട്ടി. ഇപ്പോൾ മുന്നേ എഴുതിയ എക്സാം പാറ്റേൺ ആയിട്ട് എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ? ഓരോ വർഷം കഴിയുമ്പോഴും എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ? അങ്ങനെ ചേഞ്ചസ് ആയിട്ട് തോന്നുന്നില്ല. പക്ഷെ ഞാനിത് ചെയ്ത് വരുമ്പോഴത്തേക്കും കഴിഞ്ഞ അതേ പാറ്റേൺസ് ആണ്. ഇപ്പം കറണ്ട് അഫയേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ മാത്രം അവസാനത്തെ ഒരു 3-4 മാസത്തിന്റെ കാര്യം മാത്രം മെയിൻസിൽ ചോദിക്കുന്നുള്ളൂ. അപ്പം ബാക്കി കാര്യങ്ങൾ പറയുമ്പോഴും സെയിം കാര്യം തന്നെയാണ്. പക്ഷെ ഞാൻ പഠിച്ചിട്ടിരിക്കുന്ന ഒരു ലെവൽ വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പം എൻ്റെ ലെവൽ പതുക്കെ ഇൻക്രീസ് ആവുന്നുള്ള സാധനം ആ ഒരു സാധനത്തിൽ കാണുന്നുണ്ട്. പാറ്റേൺസ് കറക്റ്റാണ്, ഒരു അങ്ങനെ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു എക്സാം സ്റ്റാർട്ട് ചെയ്ത അല്ലെങ്കിൽ ഈ ഒരു ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തപ്പോഴും എല്ലാവരുടെയും ആകാംക്ഷ എങ്ങനെ സാറ് പ്രിപ്പയർ ചെയ്തു ഈ ഒരു എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യുന്നുള്ളതാണ്. ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഈ സാറ് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാന്ന് വെച്ചാൽ ഈസി ആണോ അതോ പാടാണോ? ഉറപ്പായിട്ടും എക്സാം ക്രാക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ബാക്കി എല്ലാ എക്സാംസ് വെച്ച് നോക്കുവാണെങ്കിൽ SBI അല്ലെങ്കിൽ ബാങ്ക് എക്സാംസ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമാണ്. കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്ത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ ഇടുന്ന എഫേർട്ടാണ് ആക്ച്വലി അതിനകത്ത് മെയിൻ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ പഠിക്കുന്ന കാര്യമാണെങ്കിലും ആ ഒരു ടോപ്പിക്സ് ഒന്ന് കുറച്ച് ക്ലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇടുന്ന എഫേർട്ടിലേ കാര്യമുള്ളൂ. അപ്പം ആദ്യം നമ്മൾ ഉറപ്പായിട്ടും സ്റ്റുഡൻ്റ് ആയിട്ട് കയറിയതാണ്. അടുത്തൊരു 3-4-5-6 മാസം വരെ ഫുള്ള് പഠിത്തം തന്നെയായിരുന്നു. അപ്പോൾ ഒരു ടോപ്പിക്സ് ക്ലിയർ ആക്കുന്ന ഒരു ടൈമായിരുന്നു ആ ഒരു സമയമൊക്കെ. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് പഠിക്കണം എന്നുള്ള ഇതിലോട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഉറപ്പായിട്ടും നമ്മൾ എടുക്കുന്ന എഫേർട്ട് ആ ഒരു ഇതിലും ബേസ് ചെയ്തിരിക്കും. നമ്മൾ നന്നായിട്ട് എഫേർട്ട് ഇടുവാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പറഞ്ഞ പോലെ 6 months ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ നെക്സ്റ്റ് വരുന്ന എക്സാംസ് നമ്മൾ ക്ലിയർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റി ഉറപ്പായിട്ടും ഉണ്ടാവും. നമ്മൾ ഇടുന്ന എഫേർട്ട് അല്ലെങ്കിൽ നമ്മൾ അതിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ആ ഒരു വിലയായിരിക്കും എക്സാമിന് നമുക്ക് കിട്ടുന്ന റിസൾട്ടിന്റെ ഒരു കാര്യം. സാർ ഇപ്പം എന്തായാലും നമുക്ക് ഈ പറഞ്ഞ ബാങ്ക് എക്സാം നോക്കുമ്പോൾ 3 സബ്ജക്റ്റ് ആണ് മെയിൻ ആയിട്ടും വരുന്നത്. അപ്പോൾ ഇംഗ്ലീഷ്, മാത്സ്, റീസണിങ്. അപ്പോൾ ഈ 3 സബ്ജക്റ്റും സാർ ഇപ്പോൾ ഓരോന്നായിട്ട് എങ്ങനെയാണ് പ്രിപ്പയർ എന്ന് ചോദിക്കുക. അപ്പോൾ ഞാൻ ആദ്യം ചോദിക്കുവാണ്, ഇംഗ്ലീഷ് പല കുട്ടികൾക്കും ഭയങ്കര വീക്കാണ്. മറ്റു സബ്ജക്റ്റൊക്കെ പെട്ടെന്ന് നമുക്ക് ഈ പഠിച്ച് എടുക്കാൻ പറ്റും. ഇംഗ്ലീഷ് പലരും വീക്കാണ്. അപ്പോൾ സാർ എങ്ങനെയാണ് ഇംഗ്ലീഷ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്തത്? ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ ആക്ച്വലി എനിക്കും അതുപോലെ തന്നെയാണ്. ഏറ്റവും ഈ ഒരു 3 സെക്ഷൻ നോക്കുവാണെങ്കിൽ കുറച്ചും കൂടി വീക്ക് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇംഗ്ലീഷിൽ. കാരണം ഒരുപാട് നെഗറ്റീവ്സ് വരാനുള്ള ഭയങ്കര ചാൻസ് ഉണ്ട്. 30 ക്വസ്റ്റിന് മാത്രമേ ഉള്ളൂ എങ്കിലും നമ്മളൊരു 30 അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതും ഭയങ്കര ഒരു ടാസ്ക്കാണ്. ഇതെല്ലാം ശരിയാണെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉറപ്പായിട്ട് വരും. അപ്പോൾ ശരിക്കും ഞാൻ പലരും പറഞ്ഞ കേട്ടിട്ടുണ്ട് ഈ കുറച്ച് റൂൾസും കാര്യങ്ങളും പഠിക്കുക എന്നുള്ള സാധനം. അപ്പോൾ എനിക്ക് ആ റൂൾസ് പഠിക്കുന്നത് അത് എത്രത്തോളം ഞാൻ ഓർത്തിരിക്കുമെന്നോ അല്ലെങ്കിൽ അതിന് വേണ്ടി കളയുന്ന സമയം അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം സെറ്റ് ആകുമെന്നുള്ളൊരു ഇതുണ്ട്. പക്ഷേ ഞാൻ ചെയ്യുന്നത് എപ്പോഴും ഒരു മോക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്നൊരു ഇത് കാണില്ല, നമുക്ക് എന്തുകൊണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ തെറ്റി. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ തെറ്റുന്നതിൻ്റെ താഴെ തന്നെ അതിൻ്റെ കുറച്ച് എക്സ്പ്ലനേഷൻ കാണും. ചിലപ്പോൾ അതും എനിക്ക് മതിയായിട്ട് വരില്ലായിരിക്കും. ചിലപ്പോൾ അതിനകത്ത് എന്താ നമുക്ക് മനസ്സിലാവുന്ന രീതിക്കുള്ള റൂൾസോ അല്ലെങ്കിൽ ഒന്നും കാണില്ലായിരിക്കും. അപ്പോൾ ഞാനത് ഒന്ന് ChatGPTയിലോ അല്ലെങ്കിൽ നമുക്കറിയാന്നുള്ള എന്തെങ്കിലും സോഴ്സ് നമ്മൾ നെറ്റിലോട്ടൊന്ന് അടിച്ച് തപ്പി നോക്കും. അപ്പോൾ അവരൊരു റൂൾ പറയുമായിരിക്കും. അപ്പം ശരിക്കും ഒരു 120 റൂൾസ് കുറേ റൂൾസ് ഉണ്ട്. അതെല്ലാം പഠിക്കാനുള്ള സമയം ഇല്ലെങ്കിലും ഞാൻ ഈ റൂൾ മാത്രം ജസ്റ്റ് ഒന്ന് പഠിക്കുമായിരിക്കും. അപ്പോൾ അതെനിക്ക് ആ ഒരു ക്വസ്റ്റിനിൽ കിട്ടുന്നൊരു സാധനമാണ്. അത് പഠിക്കും, അല്ലെങ്കിൽ വേണമെങ്കിൽ ഒന്ന് എഴുതിയൊക്കെ വെക്കായിരിക്കും. അപ്പോൾ എഴുതി വെച്ചതിന് ശേഷം അടുത്തൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അവിടെ റൂൾ വേറെയാണ്. അപ്പം കൂടുതൽ മോക്ക് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അത് കഴിഞ്ഞിട്ട് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവും എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ള സാധനം. പ്രത്യേകിച്ച് ഈ പാരഗ്രാഫിൻ്റെ റീഅറേഞ്ച്മെൻ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും അതൊക്കെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ അതിന് പ്രത്യേകിച്ച് പഠിച്ചിട്ട് കാര്യമില്ല. അപ്പം കൂടുതൽ മോക്ക് ചെയ്യുക, അതിൻ്റെ അകത്ത് വരുന്ന തെറ്റുകൾ എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതും കൂടെ നോക്കുക. അപ്പോൾ ഉറപ്പായിട്ടും
അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകുന്നത് നമുക്ക് തന്നെ കാണാനും പറ്റും. കുറേ റൂൾസ് നമ്മൾ പുതിയതായിട്ട് പഠിക്കുമായിരിക്കും. അപ്പോൾ അത് ഓർത്തിരിക്കുന്നതും അടുത്തൊരു മൂക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ റൂൾ കേട്ട് വരുന്നിട്ട് നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് ആൻസറിലോട്ടും അത് ഉറപ്പായിട്ടും കൂടുന്നത് കണ്ടിട്ടുമുണ്ട്. എനിക്ക് ആദ്യമൊക്കെ ഒരു 10-15 തെറ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ അതിലും കൂടുതൽ വന്നിട്ടൊക്കെ ഉണ്ട്. ചിലപ്പോൾ 8 മാർക്ക് മാത്രം കിട്ടിയിട്ടുള്ള സമയമൊക്കെ ഉണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പതുക്കെ ഇനി ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ എക്സാംസിലൊക്കെ എല്ലാം ഉറപ്പായിട്ടും 20 above സുഖമായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിലും ഇംഗ്ലീഷിൽ. പിന്നെ നെഗറ്റീവ് കുറയ്ക്കുക എന്നുള്ള സാധനം കൂടെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ മാക്സിമം എനിക്ക് ഡൗട്ട് വരുന്ന സാധനമാണെങ്കിൽ ഞാനത് ഒരിക്കലും കുത്താറില്ല. ഇപ്പം കഴിഞ്ഞ ഇപ്പോൾ എഴുതിയ SBI ക്ലർക്കിന്റെ സാധനം പറയുകയാണെങ്കിൽ 30 ദിവസത്തിൽ 23 അറ്റൻഡ് ചെയ്തുള്ളൂ. ബാക്കി 7 അറ്റൻഡുള്ള സമയം ഉണ്ടായിരുന്നു, പക്ഷെ ഡൗട്ട് ആയിരുന്നു. അപ്പം അത് നമ്മൾ കൊടുക്കുന്നില്ല. പക്ഷെ 23 മാർക്ക് കിട്ടിയാലും അത് ഓക്കെ ആണല്ലോ. അപ്പൊ ആ ഒരു ഇതിൽ സ്കോർ ചെയ്ത് എടുക്കുക എന്നുള്ളത് ആക്യുറസി മാക്സിമം നല്ല നോക്കി ഫോക്കസ് മെയിൻറ്റെയിൻ ചെയ്ത് കീപ്പ് ചെയ്ത് പോവുക. സാർ ഇംഗ്ലീഷ് പഠിച്ചാൽ ശരിക്കും മോക്ക് ടെസ്റ്റ് അടിച്ചിട്ട് അതിൽ നിന്ന് കുറെ ക്വസ്റ്റൻസ് കിട്ടും. അങ്ങനെ അനലൈസ് ചെയ്ത് കുറെ പഠിച്ചു. അങ്ങനെ റൂൾസ് കാര്യങ്ങൾ പഠിച്ചു. റൂൾസ് പഠിക്കുന്നതെല്ലാം അങ്ങനെ. അതിനകത്ത് എനിക്ക് മോക്ക് ടെസ്റ്റ് വഴി തന്നെയാണ് കൂടുതലും പഠിപ്പിച്ചത്. ഒരുപാട് വേർഡ്സ് പഠിക്കാനുണ്ടല്ലോ. അതെനിക്ക് ആക്ച്വലി ഏത് വേർഡ്സ് പഠിക്കുക ഏത് വേർഡ് ചോദിക്കുന്നതെന്ന് അറിയില്ല. പക്ഷെ മോക്കൽ എന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ റിപ്പീറ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള വാക്കുകളായിരിക്കാം. ആ ഒരു കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് പഠിച്ചു പോവാന്നുള്ളൊരു. അപ്പൊ ഞാനപ്പോ ഈ പറഞ്ഞ ഇംഗ്ലീഷ് നോക്കുമ്പോൾ ഗ്രാമറും ഉണ്ട്, ഒക്കാബും ഉണ്ട്. അപ്പൊ ശരിക്കും ഗ്രാമർ സാർ ഇതുപോലൊക്കെ പഠിച്ചെന്ന് പറഞ്ഞു. ഒക്കാബും ഇതുപോലെ തന്നെയാണോ പഠിച്ചതോ വേറെ എന്തെങ്കിലും വായിക്കാം? ആക്ച്വലി ഞാൻ ഈ മോക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ എക്സ്ട്രാ അങ്ങനെ നോക്കല്ല. വല്ലപ്പോഴും നോക്കേണ്ടി വരുവാണെങ്കിൽ മീനിങ് മനസ്സിലാവാതെ വാക്കുണ്ടെങ്കിൽ നോക്കുന്നതൊക്കെ ഉള്ളൂ. ബാക്കിയല്ല ഇതിലാണ്. പിന്നെ നമുക്ക് എക്സാം വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം വൊക്കാബ്സ് ചോദിക്കാനാണെങ്കിലും എനിക്കൊന്നൊരു 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചിലപ്പോൾ വരുള്ളൂ. അങ്ങനെ ആകുമ്പോൾ അത് ചിലപ്പോൾ എനിക്ക് അത്രയും കൺഫേം അല്ല, എന്നാൽ അത് വിടും. ബാക്കിയുള്ളതിൽ സ്കോർ ചെയ്യാമല്ലോ. സാർ ഇംഗ്ലീഷ് മാക്സിമം മോക്ക് ടെസ്റ്റ് അടിച്ചിട്ട് അനലൈസ് ചെയ്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്. ഇപ്പൊ എന്തായാലും ഈ അടുത്ത് ഇംഗ്ലീഷ് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് റീസണിങ് എങ്ങനെയാണ് പഠിച്ചു നോക്കാം. കാരണം ബാങ്കിന്റെ ഏരിയ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് റീസണിങ്. അപ്പോൾ സാർ എങ്ങനെയാണ് റീസണിങ് പഠിച്ചത്? ശരിക്കും ഞാൻ മാത്സ് ആയിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള സാധനം. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ഉള്ളത്. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഭയങ്കര സിമ്പിളായിട്ട് അതായിരിക്കും പറ്റുന്നതെന്നുള്ളത്. പക്ഷേ വന്നപ്പോൾ മനസ്സിലായി റീസണിങ് ആണ് കുറച്ചും കൂടെ നമുക്ക് സാർ പറഞ്ഞല്ലോ ഭയങ്കരമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. അപ്പോൾ ഒരു 35ഉം ക്ലർക്കൽ ലെവലിൽ നമ്മൾ ഉറപ്പായിട്ട് അടിക്കാൻ പറ്റുന്ന ഒരു റേഞ്ചിലോട്ട് എത്തണം. കാരണം ഞാൻ നോക്കുമ്പോൾ ഇതിന് മുമ്പ് ജോലി വാങ്ങിച്ച് പോയ ആൾക്കാരില്ല അതുപോലത്തെ ഒരു റേറ്റിൽ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവർക്ക് കയറി വരുന്നത്. അപ്പോൾ എൻ്റെ ഒരു സാധനം വെച്ചാണെങ്കിൽ ഇംഗ്ലീഷ് ഞാൻ എന്തായാലും കുറച്ച് മാർക്കേ വാങ്ങുള്ളൂ. അപ്പം റീസണിങ് 35 അടിച്ചേ പറ്റുള്ളൂ. പക്ഷെ ഒരിക്കലും തുടക്കത്തിൽ അങ്ങനെ ഒരു സാധനം അടിക്കാൻ പറ്റുമെന്നൊന്നും ഒരു നിർബന്ധമില്ല. കാരണം ഞാൻ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഞാനും അതിലേക്ക് 35 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 100 ക്വസ്റ്റ്യൻ ഒക്കെ എങ്ങനെയാണ് ഇത് അറ്റൻഡ് ചെയ്യണം എന്നുള്ള സാധനമൊക്കെ. അപ്പം പലരും 100 അറ്റംപ്റ്റ് അല്ലെങ്കിൽ 90-95 ഒക്കെ വരുന്നത് നമ്മൾ ആ സമയത്ത് 50-60 ഉള്ളൂ. അപ്പൊ ഇതെങ്ങനെ കൂട്ടിയെടുക്കും? അത് ഭയങ്കര ഒരു ടാസ്ക് എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷെ ശരിക്കും ഇവിടെ വന്ന് ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ ആക്ച്വലി സ്റ്റുഡൻറ്റിൽ നിന്ന് മെൻഡറിലോട്ട് ആയ സമയത്ത് ഞാൻ കുറച്ചും കൂടെ കാര്യമായിട്ടൊന്ന് ഉഴപ്പുന്ന ടൈപ്പാണ്. അപ്പം മെൻഡർ ആകുമ്പോഴത്തേക്കും ഉഴപ്പ് പറ്റില്ലല്ലോ, പിള്ളേരെ പഠിപ്പിച്ചേ വെച്ചുള്ളൂ. അവരെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു സാധനം വർക്കൗട്ട് ചെയ്തേ നടക്കുകയുള്ളൂ. അപ്പം പല ബാച്ചുകളിലോട്ട് കയറുമ്പോഴത്തേക്കും ഞാൻ ഒരു മെറ്റീരിയൽ തന്നെ ആയിരിക്കും എല്ലാവർക്കും എടുക്കുന്നത്. അപ്പം ആ മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുന്നത് ഇപ്പൊ ഒരു ദിവസം തന്നെ 2 ബാച്ചിൽ പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതേ സെയിം മെറ്റീരിയൽ പോകണമെന്നില്ല. പക്ഷെ എന്നാലും ഞാൻ ഉറപ്പായിട്ട് എടുത്തിട്ടുള്ള ബാച്ചുകൾ ഇപ്പൊ 4 ബാച്ച് എടുത്തിട്ടുണ്ട്. അപ്പൊ 4 ബാച്ചിൽ എന്ന് പറയുമ്പോൾ 4 പ്രാവശ്യം ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ക്വസ്റ്റ്യൻ പഠിക്കാൻ വേണ്ടി ഒരിക്കലെങ്കിലും ആ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം എന്റെ അപ്രോച്ചസ് ഓരോ ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യുന്ന സമയത്ത് മാറിക്കൊണ്ടിരിക്കുന്നത് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പം എന്നാലും 35 അറ്റംപ്റ്റ്സ് എത്തിയിട്ടില്ല. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ നെക്സ്റ്റ് ഓരോ ലെവൽസ് ഇങ്ങനെ കൂടുന്നതനുസരിച്ചിട്ട് ഇപ്പോൾ മെയിൻസ് ബാച്ച് ക്ലാസ് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ മെയിൻസിന്റെ പസിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ സാറിന് അറിയാം, ചുമ്മാ നമ്മൾ വായിച്ചു പോകുമ്പോൾ ചെയ്യുന്ന സാധനമല്ല. അത് ക്ലൂസ് എഴുതി വെച്ച് അതുപോലെ തന്നെ ഏത് രീതിക്ക് തന്നെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും, എങ്ങനെ കിട്ടു കഴിഞ്ഞാൽ ആൻസറിലോട്ട് എത്താൻ പറ്റും, ഇതൊക്കെ നമ്മൾ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ അത് ചെയ്ത് വരുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും നമ്മുടെ അത്രയും ലെവൽ സാധനം ചെയ്യുമ്പോൾ പ്രിലിംസ് ലെവലിൽ കുറച്ചുകൂടെ സിമ്പിൾ ആവാൻ തുടങ്ങും. അപ്പൊ അങ്ങനെയാണ് എനിക്ക് ആക്ച്വലി കുറച്ചും കൂടെ റീസണിങ്ങിന്റെ സാധനത്തിൽ ഒന്ന് ചെയ്യാൻ പറ്റുന്നത്. അപ്പം അത് തന്നെ ഞാൻ പറയുകയാണെങ്കിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ കൂടുതൽ ചെയ്യുന്ന ഒരു കാര്യത്തിലൂടെയാണ് വർക്ക് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ ഇംഗ്ലീഷിനെ പോലെ തന്നെയാണ് മോക്കും. അപ്പൊ മോക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മുടെ സ്പീഡ് എത്ര കൂടിയിട്ടുണ്ട്, ഇനി എത്രത്തോളം കൂട്ടാനുണ്ട്, അപ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യന് സമയം എടുക്കുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ റീസണിങ്ങിനകത്ത് ചില സമയത്തൊക്കെ നമ്മൾ എപ്പോഴും പറ്റാനുള്ളൊരു ചാൻസ് എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടും, പക്ഷെ അതിനുവേണ്ടി നമ്മൾ കുറേ ടൈം വെറുതെ കളയും. ആക്ച്വലി ആകെ 20 മിനിറ്റ്സേ ഉള്ളൂ നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ചെയ്യാൻ ഉള്ള സമയം എന്ന് പറയുന്നത് നമ്മൾ ആ ക്വസ്റ്റ്യന് അത്രയും സമയം കൊടുക്കണോ, അല്ലെങ്കിൽ ഇന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ, അതൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ വന്ന് എല്ലാ ക്വസ്റ്റ്യൻസും ഇഷ്ടംപോലെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത് ഓരോന്നും വർക്കൗട്ട് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും കൂടെ മനസ്സിലാവുന്നത് ഇതെന്റെ ടൈപ്പാണോ, എനിക്ക് അറ്റൻഡ് ചെയ്താൽ കിട്ടുന്ന ടൈപ്പാണോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് സ്കിപ്പ് ചെയ്യണോ, അങ്ങനെ സ്കിപ്പ് ചെയ്തിട്ട് പോയിട്ട് വരുമ്പോൾ ചിലപ്പോൾ കിട്ടുമായിരിക്കും. കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും സ്കിപ്പ് ചെയ്യണോ വേണം. ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് സാറ്. അതുപോലെ സാറ് പറഞ്ഞൊരു പോയിന്റ്, ഒരു ക്വസ്റ്റ്യൻ തന്നെ 4-5 ടൈം റിപ്പീറ്റ് ആയിട്ട് പസിലും സിറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ വലിയ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് തന്നെ 4 വട്ടമൊക്കെ ഒരു പസിൽ തന്നെ സെയിം പസിൽ നമ്മൾ ചെയ്യുമ്പോൾ അപ്രോച്ച് മാറുന്നുണ്ടെന്നാണ് സാർ പറഞ്ഞത്. അപ്പോൾ അത് നല്ലൊരു ടിപ്പാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ സാറ് മോക്ക് ടെസ്റ്റ് അടിച്ചപ്പോൾ ഒരുപാട് അനലൈസ് ചെയ്ത് അവിടെ നിന്ന് ഒരുപാട് പഠിച്ചിട്ടുണ്ട്.
പിന്നെ ഈ പറഞ്ഞ പോലെ സാർ മെൻഡറായ സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരുപാട് ബാച്ച് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. പഠിപ്പിച്ചത് മെൻഡറിങ് ആണ്. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ വർക്കൗട്ട് ഈ പറഞ്ഞ പോലെ കാണാത്തവർക്ക് അറിയാത്തവർക്ക് പറയുവാണ്, ബാച്ചിനകത്ത് 60 കുട്ടികളുണ്ടാവും. അപ്പോൾ 60 കുട്ടികൾക്കും ഡൗട്ട് വരുമ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എക്സ്പ്ലനേഷൻ പോകണം. ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് ഒക്കെ അറിഞ്ഞാൽ മാത്രമേ എക്സ്പ്ലനേഷൻ പോകാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ സാർ ഒരുപാട് വർക്കൗട്ട് ചെയ്ത് ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും റീസണിങ് ഏകദേശം സാറിൻ്റെ ഒരു സ്ട്രാറ്റജി ഇതാണ്. അപ്പോൾ മാത്സ് സാറിന് സ്ട്രോങ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ മാത്സ് സാർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്? ശരിക്കും തുടക്കത്തിൽ വന്ന സമയത്ത് നമുക്ക് മാത്സിനകത്ത് എപ്പോഴും വേണ്ട സാധനം ഏറ്റവും ഷോർട്ട് ആയിട്ട് നമുക്ക് അതിങ്ങനെ ചെയ്യാം. റീസണിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സാധനം. മാത്സ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ തന്നെ നമുക്ക് ചിലപ്പോൾ ഒരു 10-50 മെത്തേഡ്സ് കാണുമായിരിക്കും. അതിൽ നമ്മൾ സ്ഥിരമായിട്ട് ഒരു കൺവെൻഷൻ സാധനം ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഈ പറഞ്ഞ 35 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവിടെ വരുമ്പോൾ ആദ്യത്തെ ഒരു ക്ലാസ്സുകളിൽ സാറുമാർ പറയുമ്പോഴായിരിക്കും റേഷ്യോ പ്രൊപ്പോർഷൻ വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ആ ഒരു സാധനം പെട്ടെന്ന് ആൻസർ ഓൾറെഡി കിട്ടും എന്നുള്ള സാധനം കിട്ടും. അതേസമയം ചിലപ്പോൾ റേഷ്യോനേക്കാൾ എളുപ്പമുള്ള വേറൊരു മെത്തേഡ് കാണുമായിരിക്കും. അതിപ്പോൾ ചിലപ്പോൾ നമുക്ക് 2ാമത്തെ പ്രാവശ്യം എപ്പോഴും ചെയ്യുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറയുമ്പോഴായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യം ഞാൻ ആ കൺവെൻഷനിൽ ഉപയോഗിച്ചിരുന്നെങ്കിൽ സമയം കുറയ്ക്കാൻ പറ്റില്ല. അപ്പം സാർ പഠിപ്പിച്ചിരുന്ന സാധനത്തോട്ട് മാറി. ഇനി ആ ക്വസ്റ്റ്യൻ ഞാൻ 2ാമത് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എനിക്കോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞിരുന്ന കാര്യത്തിൽ നിന്ന് ഞാൻ പിന്നെയും എൻ്റെ ടെക്നിക്ക് മാറ്റും. അതായത് റേഷ്യോ പ്രൊപ്പോർഷൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോൾ 30-40 സെക്കൻഡ് എടുക്കുകയാണെങ്കിൽ വേറെ ഏതെങ്കിലും മെത്തേഡ് ചെയ്യുവാണെങ്കിൽ 10-20 സെക്കൻഡ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ മെത്തേഡാണല്ലോ കീപ്പ് ചെയ്യേണ്ടത് എപ്പോഴും. അപ്പോൾ അത് പലരിൽ നിന്ന് കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് തുടക്കത്തിൽ ഇങ്ങനെ 2-3 സാറുമാരുടെ ക്ലാസ് ഇങ്ങനെ മാറി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റീസണിങ്ങിന് ഇല്ലെങ്കിലും മാത്സിൽ അതെനിക്ക് ഭയങ്കരമായിട്ട് യൂസ് ആയിട്ടുണ്ട്. കാരണം ഞാൻ ആദ്യം എടുക്കുന്നൊരു മെത്തേഡ് കാണും, വേറൊരു സാറ് വേറൊരു മെത്തേഡ് ആയിരിക്കും പറയുക, വേറൊരു സാറ് വേറൊരു മെത്തേഡ് പറഞ്ഞുതരും. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ളതും എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സാധനം അത് ഞാൻ ആദ്യമേ തിരഞ്ഞെടുക്കും. അപ്പോൾ അതിൽ നിന്നായിരിക്കും കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. മാത്സിൽ ഒരിക്കലും സമയം അങ്ങനെ തികയാറില്ല. അപ്പം തികയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ട് എത്രയും പെട്ടെന്ന് ആ ഒരു ക്വസ്റ്റ്യനിൽ എങ്ങനെ കിട്ടാന്നുള്ള സാധനം, അതിനുള്ള കുറച്ച് ഷോർട്ട് കട്ട്സ് ഒക്കെ ഉറപ്പായിട്ടും നമ്മൾ മോക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. പിന്നുള്ളത് ഈ ഒരു സാധനം ഞാൻ ഈ പഠിപ്പിക്കുമ്പോൾ ഉറപ്പായിട്ടും ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ ഈ മിക്സഡ് അലിഗേഷനൊക്കെ ഒന്നും ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാറില്ല. എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അലിഗേറ്റ് ചെയ്യാതെ ഞാൻ ചിലപ്പോൾ പഴയ എക്സും വൈയോ അല്ലെങ്കിൽ റേഷ്യോ ഒക്കെ വെച്ചിട്ടൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അത് തന്നെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അലിഗേറ്റ് ചെയ്താൽ ചിലപ്പോൾ കുറച്ചും കൂടെ സ്പീഡിൽ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ ഞാൻ അതിന് ട്രൈ ചെയ്തിട്ടില്ല. ഈ ക്ലാസ് പഠിപ്പിക്കാണ്ടിരിക്കുന്ന സമയത്ത് സാറിന് അറിയായിരിക്കും ഓരോ ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഓരോരുത്തർ ചോദിക്കും, സാറേ ഇന്ന സാധനം ഇതിൽ തന്നെ എനിക്ക് ചെയ്യണം, അപ്പോൾ ഈ മെത്തേഡിൽ എങ്ങനെ ചെയ്യാന്നുള്ളത് അപ്പോൾ അവർ ചോദിക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അത് പഠിച്ചിട്ട് നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്കും ഇന്ന ഇത് കൊള്ളാമല്ലോ, അത് നമ്മൾ ആക്ച്വലി ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ കോൺസെപ്റ്റും കൂടെ കുറച്ചും കൂടെ ക്ലിയർ ആവും. അപ്പം പല സാധനങ്ങളും ഒരു ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു സാധനം എനിക്കൊന്നും മെൻറ്ററിങ്ങിലാണ് കുറച്ചും കൂടെ കാര്യമായിട്ട് എനിക്ക് കിട്ടിയത്. അപ്പം പല കാര്യങ്ങളും പുതിയ പുതിയ ടെക്നിക്സ് വന്നു. ഞാൻ ഈ സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ടേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും എല്ലാവർക്കും നല്ല ടൈം എടുക്കുന്ന ഒരു സാധനങ്ങളൊക്കെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പോൾ അത് കുറച്ചും കൂടെ നല്ല രീതിക്ക് പെട്ടെന്ന് ചിന്തിക്കാനുള്ള ഒരു സ്പീഡ് കൂടുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ സാറിന് എപ്പോഴും PNR/100 എന്നാണല്ലോ എടുക്കുന്നത്. അപ്പോൾ ശരിക്കും ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു 25% ആണെങ്കിൽ 4 വർഷത്തിൽ 100%. അത് നോക്കേണ്ട കാര്യമില്ല. അതാണ് ആക്ച്വലി PNR/100. ആ ഒരു പെട്ടെന്നോട്ട് ചിന്തിക്കാനുള്ള ഒരു സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ മെൻറ്റർഷിപ്പിലാണ് വന്നത്. കോമ്പൗണ്ടേഴ്സ് ആണെങ്കിലും ഞാൻ ആദ്യം പാസ്കൽസിന്റെ സാധനം വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ബാക്കി എല്ലാം ചെയ്യുമ്പോഴും എനിക്ക് ഏറ്റവും എളുപ്പമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നൈസായിട്ട് നെക്സ്റ്റ് ഒരു മെത്തേഡിലോട്ട് പോയി. അപ്പോൾ അതും കഴിഞ്ഞപ്പോൾ ഏറ്റവും റീസെന്റ് ആയിട്ട് എനിക്ക് കിട്ടിയ സാധനം ഈ സക്സസീവ് എടുക്കുന്ന കാര്യം. ഇപ്പോൾ 10% ഇൻക്രീസ് വന്നു, വേറൊരു 10% ഇൻക്രീസ് വന്നു എന്ന് പറഞ്ഞാൽ ടോട്ടൽ 21% ആണ്. അതേ സെയിം സാധനമാണ് കോമ്പൗണ്ടേഴ്സിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പം കോമ്പൗണ്ടേഴ്സ് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഈ മെത്തേഡാണെന്നും പഠിപ്പിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഞാൻ അത് പുതിയൊരു മെത്തേഡ് വേണമെങ്കിൽ കിട്ടുമ്പോൾ അത് അപ്ലൈ ചെയ്യുമ്പോഴാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ എല്ലാ സാധനവും ഞാൻ ചെയ്യുന്നത് ആ പുതിയ മെത്തേഡിലാണ്. അപ്പോൾ നമ്മുടെ ഓരോ മെത്തേഡ്സും ഓരോ പ്രാവശ്യം നമ്മളിങ്ങനെ ഇൻക്രീസ് ചെയ്ത് അത് മാറ്റി പുതിയത് കൊണ്ടുവന്നിട്ട് ഏറ്റവും ഷോർട്ടിലോട്ട് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നമുക്ക് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ സാറ് മാത്സ് പ്രിപ്പയർ ചെയ്തതൊക്കെ പറഞ്ഞു. അപ്പോൾ മോക്ക് ടെസ്റ്റ് അടിച്ചു. ഈ പറഞ്ഞ പോലെ സാർ ഒരുപാട് ബാച്ച് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പഠിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് പിള്ളേർ ഒരുപാട് ഡൗട്ട് ചോദിക്കുമ്പോൾ സാർ സ്വന്തമായിട്ട് ഒരുപാട് പ്രിപ്പയർ ചെയ്തു. അങ്ങനെ ഒരുപാട് മെത്തേഡ് കിട്ടിയാണ് മാത്സ് പഠിച്ചെന്ന് സാർ പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 3 സബ്ജക്റ്റും നോക്കി സാറിന് സ്ട്രാറ്റജി ഒക്കെ പഠിച്ചു. ഇപ്പോൾ കൂടുതൽ എനിക്കൊന്നും സാറ് മോക്ക് ടെസ്റ്റ് അനലൈസ് ചെയ്യുക, പിന്നെ പഠിക്കുക, അതാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ സാർ അത് കഴിഞ്ഞിട്ട് ജി എങ്ങനെയാണ് സ്ട്രാറ്റജി അല്ലെങ്കിൽ സാർ എങ്ങനെ പഠിച്ചതും കൂടെ പറയാം. ജി ആക്ച്വലി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു സാധനം മെയിൻസിൽ വരുമ്പോഴാണല്ലോ. അപ്പോൾ മെയിൻസിൽ ഉറപ്പായിട്ടും ആ ഡേറ്റ് എന്നാണ് വരുന്നത്, അതിന് തൊട്ട് മുമ്പത്തെ ഒരു 3-4-5-6 മാസത്തിന്റെ ഇത് ചോദിക്കുള്ളൂ. ഇതിനെല്ലാം മുമ്പ് ഞാൻ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള സാധനം ഒന്ന് പറയാം, അത് ഈ ജി ആണ്. എന്ന് വെച്ചാൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല ഇത് പഠിക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ക്ലിയർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. മിക്കവാറും ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വരാൻ ചാൻസ് ഉണ്ട്. ഇംഗ്ലീഷിനേക്കാളും കൂടുതൽ എനിക്ക് ജി ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട്, പഠിക്കാനായിട്ട് വന്ന സമയത്ത് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ്, എൻ്റെ കൂടെ പഠിച്ച, എൻ്റെ സ്റ്റുഡൻ്റ് അല്ല, എൻ്റെ കൂടെ പഠിച്ച, അതായത് എൻ്റെ സർക്കിളിലുള്ള ചെറുക്കൻ ഇങ്ങനെ ചോദിക്കുകയാണ്, കുറേ ഡൗട്ട്സ് ഇങ്ങനെ ചോദിക്കുന്നു, കുറേ കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് ചോദിക്കുന്നു. ഇതിലൊന്നും എനിക്കറിയില്ല. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, മെയിൻസിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, നിനക്ക് അറിയാമല്ലോ അല്ലേ? പറഞ്ഞാൽ അറിയാം.
അപ്പൊ ശരിക്കും എനിക്കിതൊന്നും അറിയില്ല എന്നുള്ള സാധനം അറിയാം. അപ്പൊ എങ്ങനെയാണ് നീ പാസ്സാകാൻ പോകുന്നതാണ് ആദ്യത്തെ ചോദ്യം. അപ്പൊ ഇവൻ താഴെ ഇങ്ങനെ പ്രിലിംസ് പാസ്സായിട്ട് മെയിൻസ് പ്രിപ്പയർ അതും ഫസ്റ്റ് ടൈം, അത് ജസ്റ്റ് കയറി ബേസിക് സർക്കിൾ പൊക്കോണ്ടിരിക്കുന്ന സമയത്താണ്. ഓക്കെ. അപ്പൊ എനിക്കറിയാം ഈ തേങ്ങയൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സാധനം അല്ല എന്നുള്ളത്. അപ്പൊ താഴെ പോയി DCR മിസ്സിനെ കാണണം, പഠിപ്പിക്കുന്ന മെന്ററുണ്ട്, ഗോപിക മിസ്സൊക്കെ ആയിരുന്നു. അപ്പം മിസ് ഇങ്ങനെ ചോദിക്കുന്നു ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് പഠിക്കണം കറണ്ട് അഫയേഴ്സ് എന്നുള്ളത്. അപ്പം അഫയേഴ്സ് ക്ലൗഡും അഭിരുചിത് എന്നൊക്കെ പറഞ്ഞ 2-3 മെറ്റീരിയൽസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നുണ്ട്. അപ്പം സൈഡിൽ ഇവൻ ഉണ്ട്. അപ്പം ഇവനിങ്ങനെ പറയാം, മിസ്സേ പ്രൈം മിനിസ്റ്റർ ആരാന്ന് ചോദിച്ചിട്ട് പോലും ഇവൻ അറിയില്ല, ഇവൻ എങ്ങനെയാണ് ഈ GA പാസ്സാൻ പോകണമെന്ന് എനിക്ക് അറിയില്ല എന്നുള്ള കാര്യം. ശരിക്കും ആ ഒരു അവസ്ഥയാണ്. പക്ഷെ പ്രൈം മിനിസ്റ്റർ ആരാന്ന് അറിയെങ്കിലും അവൻ കളിയാക്കാൻ ഉദ്ദേശിച്ച സാധനം മനസ്സിലാണ്. ഒരു ബേസും ഇല്ല, ഒന്നും നോക്കാറില്ല, ന്യൂസും ഇല്ല, അറിയാത്ത ഇവൻ എങ്ങനെ പാസ്സാന്നുള്ള സാധനം. പക്ഷെ ഉറപ്പായിട്ടും പഠിക്കാൻ പറ്റുന്ന സാധനം അത് കഴിഞ്ഞിപ്പം ശരിക്കും മെന്റർ ആകുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി നമ്മുടെ മെയിൻസ് ബാച്ച് പോയ സമയത്താണ് ഞാൻ കുറച്ചും കൂടി കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ തുടങ്ങിയത്. അപ്പൊ അന്ന് കറണ്ട് അഫയേഴ്സ് വായിക്കണം, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, എന്നിട്ട് അത് പിള്ളേർക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പൊ ഒരിക്കൽ വായിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഓർമ്മയായിട്ട് നിൽക്കത്തില്ല. അപ്പൊ നമ്മൾ വായിച്ച് അത് പഠിച്ചിട്ട് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ കാര്യമായിട്ട് നമ്മൾ ഓർത്തിരിക്കാൻ പറ്റും. അത് ചിലപ്പോൾ നെക്സ്റ്റ് ടൈം റിവിഷൻ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പോകുമ്പോഴത്തേക്ക് അത് എടുക്കേണ്ടി വരും ആ ടോപ്പിക്. അപ്പൊ അതൊന്നുകൂടെ നോക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ പഠിച്ചു പോകാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ കുറച്ചുകൂടെ കാര്യമായിട്ട് കറണ്ട് അഫയേഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനേക്കാളും എൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ബാക്കി റീസണിങ്, കോണ്ട്, ഇംഗ്ലീഷ് ഒക്കെ സ്ട്രോങ് ആക്കിയിട്ട് കറണ്ട് അഫയേഴ്സ് ഒരു ഒന്നെങ്കിൽ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുറച്ചും കൂടെ എങ്ങനെയെങ്കിലും മാർക്ക് വാങ്ങാനായിട്ടുള്ള ഒരു സാധനം. സാർ മെയിൻസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് സാറ് ഫുള്ള് 50 ക്വസ്റ്റ്യൻ ഉണ്ട് മെയിൻസിൽ, അത് ഫുള്ള് കൊടുത്തിട്ടില്ല, അറ്റംപ്റ്റ് കൊടുത്തിട്ടില്ല. ഇല്ല, ഞാൻ ആക്ച്വലി ഞാൻ പറഞ്ഞില്ല ആദ്യം ഇംഗ്ലീഷിൽ പറഞ്ഞതും സെയിം സാധനമാണ്, അതായത് ആക്യുറസി കീപ്പ് ചെയ്യുക എന്നുള്ള സാധനം. അപ്പൊ എനിക്ക് ഈ ജോലി കിട്ടിയത് തന്നെ ഞാൻ ഇംഗ്ലീഷ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, റീസണിംഗ് ഉണ്ട്, മാത്സ് ഉണ്ട്, GA ഉണ്ട്. ഇപ്പൊ GA എന്ന് പറയുമ്പോൾ ഞാൻ ആ സമയത്ത് ആക്ച്വലി കറണ്ട് അഫയേഴ്സ് അത്രയും പ്രിപ്പറേഷൻ ഇല്ല, ഞാനൊരു മെന്ററായിട്ട് കയറുന്ന സമയമായിരുന്നു ആ ഒരു എക്സാംസ് ഒക്കെ വരുന്നത്. അപ്പം കുറച്ച് പറ്റുന്നതിലേക്ക് എന്തൊക്കെയൊക്കെ നോക്കി. പക്ഷെ ക്വസ്റ്റ്യൻസ് ഒരു 50 ക്വസ്റ്റ്യൻ വന്നപ്പോഴത്തേക്കും ഞാൻ ആദ്യമേ ഇരുന്ന് ഒരു 10-26 കുത്തിയായിരുന്നു. കുത്തിയതിനു ശേഷം ഞാൻ ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ, അരമണിക്കൂറുണ്ട്, പതുക്കെ ഇരുന്ന് നോക്കാനുള്ള ടൈമുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഓരോന്നോരോന്നിട്ട് എടുക്കുന്നു, അത് എലിമിനേറ്റ് ചെയ്ത് കളയുന്നു, ഇത് വേണ്ട ഇത് വേണ്ട. അപ്പൊ മാർക്ക് അസ്ട്രേറ്റ് കൊടുത്തു പോയ സാധനങ്ങളെല്ലാം കളഞ്ഞിട്ട് പിന്നെ ഒരു 10-16 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ ഇനിയും സമയം ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ പതുക്കെ എനിക്ക് ഭയങ്കര കൺഫേം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം സെലക്ട് ചെയ്തെടുക്കാനും അത് മാത്രം കുത്തുകയും ചെയ്തുള്ളൂ. അപ്പം ആ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ കറണ്ട് അഫയേഴ്സിന്റെ ഇത് യൂസ് മാത്രമല്ല, ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും, അതായത് നമ്മുടെ സ്റ്റാറ്റിക് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പം ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട് ആ ഒരു ക്വസ്റ്റ്യനകത്ത് ഞാനൊരു സീരീസ് കണ്ടിട്ടുണ്ടായിരുന്നു, എന്താ നരൂട്ടോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിനകത്ത് അമത്രാസു എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു, വിച്ച് ടെക്നോളജി വിച്ച് കൺട്രി ബിൽഡ് ദ ടെക്നോളജി ഓഫ് അമത്രാസു എന്ന് പറഞ്ഞൊരു സാധനം. എന്താ ടെക്നോളജി ഒന്നും അറിയില്ല, പക്ഷെ അമത്രാസു എന്ന് വാക്കറിയാം. സോ അതെന്തായാലും ജാപ്പനീസ് സീരീസ് ആണ്. സോ ജപ്പാൻ എന്നുള്ള സാധനം അങ്ങനെ കുത്തിയ സാധനം. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ആ 4 ക്വസ്റ്റ്യൻ ഞാൻ കുത്തി, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കൂടെ എക്സ്ട്രാ കുത്തിയിരുന്നെങ്കിൽ എനിക്ക് ജോലി കിട്ടില്ലായിരുന്നു. കാരണം കറക്റ്റ് ഈ മാർക്കിനാണ് ഞാൻ കയറിയത്. അപ്പോൾ ഞാൻ ആക്യുറസി അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നതിന്റെ മെയിൻ റീസൺ അതാണ്. 4 കുത്തി, അതെനിക്ക് യൂസ്ഫുൾ ആയിരുന്നു. ഞാൻ പഠിച്ച കറണ്ട് അഫയേഴ്സോ അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇതിനു മുമ്പ് കേട്ടുള്ള 1-2 കാര്യങ്ങളൊക്കെ അതിനകത്ത് കുത്താൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ സാറ് പൊതുവേ ഈ GK അല്ലെങ്കിൽ GA പഠിക്കാത്ത താല്പര്യമുള്ള ആളല്ല. അപ്പോൾ എന്നാലും ഈ പറഞ്ഞ പോലെ കുറച്ച് രീതിയിൽ പഠിച്ചു പോയി. പിന്നെ അവിടെ പോയപ്പോൾ 50 ക്വസ്റ്റ്യനിൽ സാറ് ശരിക്കും 4 ക്വസ്റ്റ്യൻ മാത്രമേ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത്രയും ആക്യുറസിയോടെ ഉറപ്പുള്ള 4 ക്വസ്റ്റ്യൻസ് മാത്രമേ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ടും ജോലി ക്ലിയർ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഉറപ്പായിട്ടും അത് എല്ലാവർക്കും ഒരു മോട്ടിവേഷനാണ്. ശരിക്കും പറഞ്ഞാൽ GA എല്ലാവർക്കും പാടാണ്. അപ്പോൾ ഈ ആക്യുറസിയോടെ കുത്തുക എന്നുള്ളതാണ്. റാൻഡം ആയിട്ട് ഈ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസ് കൊടുക്കാതെ ആക്യുറസിയുള്ള അറിയാവുന്ന മാത്രം ക്വസ്റ്റ്യൻസ് കൊടുക്കുക. അപ്പോൾ അടുത്ത് പറയാനുള്ളത് ചോദിക്കാനുള്ളത്, സോഷ്യൽ മീഡിയ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഈ പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സോഷ്യൽ മീഡിയ ഇല്ലാതെ പറ്റുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ സാർ അതെങ്ങനെയാണ് മാനേജ് ചെയ്തത്? സോഷ്യൽ മീഡിയ ആക്ച്വലി എനിക്കും ഒരു അഡിക്റ്റീവ് സാധനം തന്നെയായിരുന്നു. വെച്ചാൽ ആദ്യം ഇൻസ്റ്റാഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വെറുതെ ഇങ്ങനെ റീൽസ് വന്നു കഴിഞ്ഞാൽ അതിലുള്ള സാധനമാണ് നമ്മളെ ചുമ്മാ അതിനകത്ത് പിടിച്ചിരുത്തുക എന്നുള്ള സാധനം. അപ്പം ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമല്ല, ഒരു പേഴ്സണൽ ഡിസിപ്ലിനും എല്ലാത്തിനും വേണ്ടിയിട്ടും കൂടെ ഞാൻ ഇൻസ്റ്റാഗ്രാം ആദ്യം എടുത്ത് കളഞ്ഞായിരുന്നു മൊത്തത്തിൽ. അപ്പം അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു. കുറച്ച് നാളുകളായിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ല. അപ്പം ആരും ഇട്ടാലും ലിങ്ക് ഇട്ടാലും ചിലപ്പോൾ ക്രോം വഴി കയറി ഇൻസ്റ്റാഗ്രാം അങ്ങനെ എന്തെങ്കിലും നോക്കാം. പക്ഷെ ഞാനതും മൊത്തത്തിൽ ഇല്ലാതാക്കി കളഞ്ഞായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നൈസായിട്ട് യൂട്യൂബിലോട്ട് മാറി. അപ്പോൾ യൂട്യൂബിനകത്ത് റീൽസ് ഉണ്ടല്ലോ. ഇപ്പോൾ യൂട്യൂബ് ആണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ എടുത്ത് കളയാൻ പറ്റില്ല. നമ്മുടെ ടെൻഡൻസി ഫുള്ള് അതിനകത്തോട്ട് പോകും. ഉറപ്പായിട്ടും ചുമ്മാ കുത്തും. എന്തെങ്കിലും ഒരു റീൽ കണ്ടു കഴിഞ്ഞാൽ അടുത്ത ഇതിലോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ചേട്ടനുണ്ട്. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ ഫോണിനകത്ത് കയറിയിട്ട് എടുത്ത് കളയാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ ചേട്ടൻ്റെ ഒരു ലാപ്പിനകത്ത് ചെറുതായിട്ട് നിന്ന് കുത്തി കയറ്റി എന്തോ ഡീകോഡൊക്കെ ചെയ്ത് എന്തൊക്കെയോ പരിപാടികളൊക്കെ ചെയ്ത് മൊത്തത്തിൽ എടുത്ത് കളഞ്ഞായിരുന്നു. അപ്പോൾ യൂട്യൂബ് എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പിലോട്ട് അത് മാറ്റി. ഇനി എങ്ങാനും ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും സെർച്ച് ചെയ്ത് പോകാനാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഞാൻ അങ്ങനെ ചിലപ്പോൾ ക്രോമിൽ കയറിയിട്ട് സെർച്ച് ചെയ്യും. അപ്പം ചേട്ടനോട് പറഞ്ഞ ലാസ്റ്റ് എനിക്കൊന്ന് ഇൻസ്റ്റഗ്രാമും ഈ പറഞ്ഞ യൂട്യൂബും സെർച്ച് ചെയ്താൽ പോലും എടുക്കാൻ പറ്റാത്ത രീതിക്കൊക്കെ ആക്കിയൊക്കെ തന്നാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ
മൊത്തത്തിലെടുത്ത് മാറ്റാനും പിന്നെ സ്റ്റോപ്പ് ചെയ്തു സോഷ്യൽ മീഡിയ ടോട്ടലി സ്റ്റോപ്പ് ചെയ്തു സാറ്. യൂട്യൂബ് ഒക്കെ എനിക്കൊന്ന് ഗൂഗിൾ വഴി, പിന്നെ നമുക്ക് അത്യാവശ്യമാണെങ്കിൽ ഗൂഗിൾ വഴി കയറി ആ ഒരു അവസ്ഥയിൽ. ഇൻസ്റ്റാഗ്രാം ഒക്കെ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ്ലി മാറ്റിയപ്പോഴാണ് ഈ പറഞ്ഞ ഫോക്കസ് ചെയ്യാനും അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യാനും ആ കൺസിസ്റ്റൻസിയോടെ ഇരിക്കാനും ഒക്കെ. എപ്പോഴും നമ്മൾ ആകെ മെന്റർഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് രാവിലെ തൊട്ട് വൈകിട്ട് നമ്മൾ ഫുൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരിക്കും പിള്ളേർ പഠിപ്പിക്കുന്നത്, അവരുടെ ഡൗട്ട്സ് കൊണ്ടുവരുന്നത് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ ഇത് മാത്രം പോരാ, നമുക്ക് ഇത് കഴിഞ്ഞ് എക്സ്ട്രാ നമ്മൾ നമ്മുടെ ഒരു എഫേർട്ട് ഇടണം, നോക്ക് ചെയ്യണം, പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനുള്ള ടൈം ആയിരിക്കും മിക്കവാറും നമ്മൾ ഈ ഒരു സോഷ്യൽ മീഡിയ കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാലുള്ള അവസ്ഥ അത് തന്നെ ആയിരിക്കും. എന്ന് വെച്ചാൽ വീട്ടിലിരിക്കുമ്പോൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെയും ഫ്രീ ആണ്, കംഫർട്ട് സോൺ ആണ്. അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് തന്നെ തീരുമാനിച്ചത്. അപ്പൊ സാറ് സോഷ്യൽ മീഡിയ ഏകദേശം കംപ്ലീറ്റ്ലി ഒഴിവാക്കിയപ്പോഴാണ് ഇത് പറഞ്ഞത് ഫോക്കസ് ചെയ്യാൻ പറ്റിയത്. പിന്നെ അടുത്ത് പറയാനുള്ളത് സാർ ഈ പറഞ്ഞ നമ്മൾ ഈ പറഞ്ഞ ഒരുപാട് ഈ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ ഒരു 10-15 വർഷം പഠിത്തമാണല്ലോ. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സാം പ്രിപ്പറേഷൻ ഇറങ്ങുന്നു. അപ്പോൾ ഈ ഒരുപാട് കുട്ടികളുണ്ട് ഇതേപോലെ പ്രിപ്പറേഷൻ തുടങ്ങി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ 1 വർഷമാവും 1.5 വർഷമാവും. അത് കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ കുറേ കഴിയുമ്പോൾ നമ്മൾ സെൽഫ് ഡൗട്ട് വരാം, പിന്നെ അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയി ഇരിക്കാനുള്ളൊരു മോട്ടിവേഷൻ കിട്ടാതെ വരാം. അപ്പോൾ സാർ അതെങ്ങനെയാണ് മാനേജ് ചെയ്തത്? മോട്ടിവേഷൻ സാറിന് എവിടെ നിന്നാണ് കിട്ടിയത്? മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയപ്പോൾ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. വെച്ചാൽ ആദ്യം ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു, പിന്നെ കുറച്ച് ഉഴപ്പി നടന്നു. അപ്പോൾ ജോലി ഇല്ല എന്നുള്ള സാധനം അപ്പോൾ അത്രയും ഇതില്ലെങ്കിലും ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കും പിന്നെ വീട്ടുകാരുടെ പ്രശ്നം നാട്ടുകാരെല്ലാവരും കൂടെ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ഇതോട്ടായി. അതിൻ്റെ ഇടയിൽ പിന്നെ വന്ന കുറേ പ്രശ്നങ്ങളും കുറച്ച് ആക്സിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഫിനാൻഷ്യൽ നഷ്ടങ്ങൾ ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര ഡൗൺ ആയ ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും എനിക്കുള്ള ഒരു ഹോപ്പ് എന്ന് പറയുന്നത് ലൈക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുറച്ച് ആൾക്കാരാണ്. ലൈക്ക് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ്, ജിസ് യൂത്ത് ഒരു ടീമുണ്ട്, അതുപോലെ എൻ്റെ ഫാമിലി, ഇവരൊക്കെ വെച്ചിട്ടുള്ളൊരു ഹോപ്പും. ചിലപ്പോഴൊക്കെ ഞാൻ എൻ്റെ ഒരു ടീം മീറ്റിംഗ് ഉണ്ട് ജിസ് യൂത്തിൻ്റെ. അപ്പോൾ അവിടെ പോകുമ്പോഴൊക്കെ അവിടുത്തെ മാനേജർമാരൊക്കെ ഉണ്ട്, അവർ പറയും നീ നോക്കിക്കോളാം, ഈ വർഷം തീരുന്നതിന് മുന്നേ നിനക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും എന്നൊക്കെ പറയുന്നൊരു ഹോപ്പും. അതുപോലെ തന്നെ ഞാൻ ഇടുന്നൊരു എഫേർട്ട്, ഞാനൊരിക്കലും എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ഒരാളും കൂടെയാണ്. അപ്പം പോകുമ്പം എനിക്ക് കഴിഞ്ഞിറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ ഈശോ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള സാധനമാണ്. അപ്പം അതിൽ നിന്ന് അവസാനത്തെ പ്രത്യേകിച്ച് ഈ ജോലി കിട്ടുന്നതിന് തൊട്ട് മുമ്പത്തെ കുറച്ച് 3-4-5 മാസം എനിക്ക് ഭയങ്കര ഹോപ്പ്ഫുൾ ആയിട്ട് അത് കിട്ടാറായി എന്നുള്ളൊരു ഫീലിംഗ്. പക്ഷെ അത് ഇതായിരിക്കുമെന്ന് ഈ ജോലിയാണെന്നൊന്നും എനിക്കില്ല. പക്ഷെ ഞാൻ വിചാരിച്ചത് മെയ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഈ വരുന്ന എക്സാംസിൽ ഏതെങ്കിലും, കാരണം കുറച്ചും കൂടെ കാര്യമായിട്ട് എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റി, ഞാനൊരു ലെവൽ ആയിട്ടുണ്ടെന്നുള്ളൊരു ഒരു ബോധം അല്ലെങ്കിൽ ആ ഒരു തിങ്കിങ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇതും എനിക്ക് വേണ്ടി പ്ലാൻ ചെയ്ത് മാറ്റി വെച്ചൊരു ജോലിയാണെന്നുള്ളതും പിന്നെയാണ് മനസ്സിലാവുക. പറഞ്ഞ ആ ഒരു ഹോപ്പും അല്ലെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുറെ പേര്, പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഉറപ്പായിട്ടും ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ നമ്മളാണെങ്കിലും നിൽക്കുന്ന സമയത്ത് സാറ് പറയുന്ന സാധനം ഡയലോഗ് ഇല്ലേ, ഈ വർഷം നമ്മൾ എഴുതിയെടുക്കുന്നു, നമ്മള് മറ്റേ സക്സസ് മീറ്റിന് കയറുന്നു, ട്രോഫി ആകുന്നൊക്കെ സാറ് പറയുന്ന സാധനം, അതൊക്കെ ശരിക്കും ഒരു മോട്ടിവേഷനൊക്കെ ആയിരുന്നു. അപ്പം എല്ലാവരുടെ കൂടെ നിൽക്കുമ്പോഴും ഇപ്പൊ നമ്മളെ മെന്ററായിട്ട് അവിടെ നിൽക്കുന്ന സമയത്താണെങ്കിൽ പോലും പലരും വരുന്നു, ജോലി വാങ്ങുന്നു, പോകുന്നു. അപ്പം ആ ഒരു സെറ്റപ്പ് ആകുമ്പോൾ നമ്മൾ മെന്ററായിട്ട് നിൽക്കുന്നുണ്ട്, നമ്മളും വന്നു ഇനി ജോലി വാങ്ങിച്ച് ഉറപ്പായിട്ട് പോകും എന്നുള്ളൊരു മോട്ടിവേഷൻ ഉറപ്പായിട്ടും ഉണ്ട്. ഓക്കെ, അപ്പൊ അവസാനമായിട്ട് ഞാൻ ചോദിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രിപ്പറേഷൻ ഈ ബാങ്ക് എക്സാം ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് എന്താണ് സാറ് പറയാറ് അവരോട്? എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുള്ള സാധനമുണ്ട്, ഞാനും പറയപ്പോഴും ജോലി ഇല്ല എപ്പോഴാവും എന്താവും അറിയില്ല. അപ്പൊ പലരും പറയുന്ന സാധനമുണ്ട്, നീ ഒരു എഫേർട്ട് ഇട്ടാൽ മതി, അത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇടുന്ന എഫേർട്ടിന്റെ ഒരു ഫലം ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരു സമയത്ത് കിട്ടുമെന്നുള്ളത്. ശരിക്കും ഞാൻ ഈ ഒരു എക്സാമിന്റെ റിസൾട്ട് പറയുകയാണെങ്കിൽ ഞാൻ വീട്ടിൽ ഞാൻ പറഞ്ഞില്ല, ഒരു അവസ്ഥയായിട്ടിരുന്ന സമയത്ത് വീട്ടിൽ തന്നെ കുത്തി ചെയ്ത് പഠിക്കുന്ന ഒരു ടൈമൊക്കെ ആയിരുന്നു. അപ്പം ആ ഒരു സമയത്ത് ഭയങ്കര എഫേർട്ട് ഇട്ടുണ്ട്. അതിന്റെ ഇതിലാണ് എനിക്ക് പ്രിലിംസ് കിട്ടിയത്. മെയിൻസ് വന്നപ്പോഴത്തേക്കും സാറിനറിയാം, വന്നതിന് ശേഷം സാറ് തരുന്ന എല്ലാ കാര്യത്തിലും ഞാൻ ഇതുവരെ ഒരു നോ പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ അത് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഞാൻ കാര്യമായിട്ട് യൂസ് ചെയ്യുന്നുള്ള സാധനമാണ്. അപ്പൊ അപ്പോഴാണ് ശരിക്കും സാർ മെയിൻസ് ബാച്ചിന്റെ ഒരു ഇത് തന്നത്, പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ അതിന്റെ മെറ്റീരിയൽസ് വർക്ക്ഔട്ട് ചെയ്യുന്നതും അതെല്ലാം ഭയങ്കരമായിട്ട് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇടുന്ന എഫേർട്ടാണ് അത് ആക്ച്വലി പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതിനുള്ളൊരു ഫലം ഉറപ്പായിട്ടും വന്നത് ഈ ഒരു ഇതിന്റെ മെയിൻസ് റിസൾട്ടിലൊക്കെയാണ്. കറണ്ട് അഫയേഴ്സ് പഠിച്ച സാധനങ്ങളാണെങ്കിലും എന്താണെങ്കിലും ഞാൻ ഇട്ട എഫേർട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട്. അതിന് വരുന്ന എക്സാംസും റിസൾട്ടൊക്കെ ഉറപ്പായിട്ടും പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുക. കണ്ടുകൊണ്ടിരിക്കുന്നവരോടും അതാണ് പറയുന്നത്, അപ്പൊ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിന്റെ റിസൾട്ട് ഉണ്ടാവും അല്ലേ? റിസൾട്ട് ഉണ്ടാവും. അപ്പം എഫേർട്ട് ഇടുന്ന അല്ലെങ്കിൽ ആ ഒരു എഫേർട്ട് ഇടാൻ ഒരു മോട്ടിവേഷൻ അത് നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കണം എന്നാണ് പറയുന്നത്. എഫേർട്ട് ഇടാനുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ജോലി, നമ്മുടെ സാലറി അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ഇടാനുള്ള ഒരു മോട്ടിവേഷൻ വരും, സ്വന്തമായിട്ട് വന്നോളൂ. അപ്പം രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇത് പഠിക്കുന്ന സിറ്റുവേഷൻ, ഞാൻ ശരിക്കും അങ്ങനെ ഒരു ഭയങ്കര കുത്തിരുന്ന് പഠിക്കുന്ന ടൈപ്പ് ഒന്നും അല്ല. പക്ഷെ പഠിച്ചേ പറ്റുള്ളൂ എന്നുള്ള സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും നമ്മളത് പഠിച്ചോളും. അത് അങ്ങനെ ഒരു സിറ്റുവേഷൻസിലാണ് ഞാൻ ആക്ച്വലി കയറി വന്നത്. പിന്നെ രാവിലെ തൊട്ട് വൈകിട്ട് മൂക്ക് ചെയ്യുന്നത്, ക്ലാസ്സിൽ നിന്ന് പഠിപ്പിക്കുന്നത്. അപ്പൊ ഫുള്ള് ഞാൻ സാറിന് അറിയാം, രാവിലെ 8 മണിക്ക് വരും, രാത്രി 8-8 കാലാകുമ്പോഴാണ് തിരിച്ച് പോകുന്നത്. അപ്പോൾ പറ്റുന്നത്രയും മൂക്ക് ചെയ്യുക, പിള്ളേരെ പഠിപ്പിക്കുക, അവിടെ തന്നെ ഇരിക്കുക, വീട്ടിൽ നിന്ന് നടക്കില്ല. സോ അതുകൊണ്ട് ഫുൾ ടൈം റേസിൽ തന്നെ സ്പെൻഡ് ചെയ്ത്
അവിടുത്തെ ഒരു കാര്യങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം. അപ്പം പിള്ളേരാണെങ്കിലും ഡൗട്ട് ചോദിക്കാൻ വരും. നമ്മളെന്താ പിള്ളേർക്ക് ഡൗട്ട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്നത്, മോക്ക് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അവിടെ നിന്ന് യൂസ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ ഈ ഷോർട്ട് ട്രിക്സ് ഒക്കെ എനിക്ക് പറയുന്നത് ഇഷ്ടംപോലെ മെന്റേഴ്സ് ഉണ്ട്. നമുക്ക് പറ്റാത്ത സാധനങ്ങൾ അപ്പുറത്ത് ഇപ്പുറത്തെ കാര്യങ്ങളൊക്കെ ഇതിനേക്കാളും എളുപ്പമുള്ള ഷോർട്ട് ട്രിക്സ് പറയുമ്പോൾ നമ്മളത് സ്വീകരിക്കുക. ഉറപ്പായിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു ആ ഒരു ഗവൺമെന്റ്. ഓക്കെ, അപ്പോൾ നമ്മള് ക്രിസ്റ്റഫർ സാറ്, അപ്പോൾ സാറെന്നാണ് ഞാൻ വിളിക്കാറ്. ഇവിടെ നമ്മൾ മെന്റർ ആയിരുന്നു, അപ്പോൾ വിളിച്ച് ശീലിച്ചാണ്. അപ്പോൾ സാർ എങ്ങനെയാണ് SP ക്ലർക്ക് ക്ലിയർ ചെയ്തത്, സാർ എങ്ങനെയാണ് പഠിച്ചത്, സ്ട്രാറ്റജി എന്തൊക്കെയായിരുന്നു, പിന്നെ സാറ് ഇടയ്ക്ക് കുറേ ദിവസം സോഷ്യൽ മീഡിയ കംപ്ലീറ്റ്ലി ഒഴിവാക്കി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഒരുപാട് ഫോക്കസ് ചെയ്യാൻ പറ്റിയത്. പിന്നെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു അല്ലേ, സെൽഫ് മോട്ടിവേറ്റ് ചെയ്യായിരുന്നു. പിന്നെ ഒരുപാട് ഇവന്റ്സ്, എനിക്കൊന്ന് ക്രിസ്ത്യൻസിന്റെ ഒരുപാട് ഈ ഷോ അതിന്റെ ഒരുപാട് ഇവന്റ്സിനൊക്കെ പങ്കെടുക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് ഹോപ്പും കാര്യങ്ങളൊക്കെ കൊണ്ട് ഒരു പോസിറ്റീവായിട്ട് പോകുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു വഴിയിൽ പോയിട്ടാണ് സാർ ഈ ഒരു നേട്ടം കൈവരിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്കൊന്ന് 19-ാം തീയതി സാർ ഇവിടെ നിന്ന് പോകും. ഈ എനിക്കൊന്ന് മാർച്ച് 24-ന് സാറ് SP ക്ലർക്കിൽ ജോയിൻ ചെയ്യും. അപ്പോൾ എല്ലാവിധ ആശംസകളും. സാറ് ഇപ്പോൾ ജോലിയിൽ കയറട്ടെ. അപ്പോൾ ഈ ഒരു ജോലിയിൽ നിൽക്കാതെ ഈ വലിയ വലിയ ജോലിയിലോട്ട് പോട്ടെ എന്ന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സാർ. താങ്ക് യു.